നമ്മളിപ്പോൾ മെഡിറ്റേഷൻ നടത്തുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരേതെങ്കിലും ഒരു സർജറി നടത്തുന്ന സമയത്ത് അവർ പിന്നെ സഡേഷൻ എടുക്കാറുണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്താ കാരണം? അത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ഉള്ളിലൊരു സെല്ലുണ്ട്. ആ സെല്ലാണ് എനിക്ക് പെയിൻ ഉണ്ടാക്കുന്നത്. പെയിൻ ഇല്ലാതിരുന്നാൽ മുറിവുണങ്ങില്ല. അതാണ് ഈ ലെപ്രസി കുഷ്ഠരോഗികൾക്കൊക്കെ ഉണങ്ങാതെ പോകുന്നത്. പക്ഷെ ആ കോൺഷ്യസ്നെസ് എനിക്ക് വേദനയില്ലെന്ന് ഞാൻ അറിയുന്നൊരവസ്ഥയിൽ എൻ്റെ ശരീരത്തിലെ സെല്ലുകൾ എനിക്ക് വർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് ഈ സമാധി. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ സാധാരണ പറയും വയലിൻ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, 10-40 കൊല്ലം 8 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറയുമല്ലോ. അപ്പം അതുപോലെ നല്ല ഇതിനൊക്കെ വേണ്ടത് സത്സംഗമാണ്. അതറിയുന്ന ആൾക്കാരുടെ കൂടെ കുറച്ചു കാലം യാത്ര ചെയ്ത് അവരുടെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. എൻ്റെ ഗുരുവിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് 400 ദിവസങ്ങൾ സൈലൻസിൽ ശരിക്കും അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ യൂറോപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വയസ്സായിട്ടില്ല, 10-60 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഗുരുവിനെ കാണാൻ വരുമ്പോൾ പറയും 10 ദിവസം സൈലൻറ്റ്, അത് കഴിഞ്ഞാൽ കാണാം. ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിയിട്ടൊക്കെ, കാരണം ഏതോ എബ്രോഡിൽ നിന്ന് വന്നിട്ട് പിന്നെ ഹിമാലയത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യത്തിൽ എഴുതി കൊടുക്കാനൊക്കെ പറ്റണ്ടേ, അതൊക്കെ എഴുതി കൊടുക്കും. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഗുരുവിനെ കാണുമ്പം ഇല്ല, 6ാമത്തെ ദിവസം ഒരു പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പോകും. അതുകൊണ്ട് 18 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയും. അങ്ങനെ 28 ദിവസം കഴിയുമ്പോഴാണ് പറയുക 40 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറയും. അങ്ങനെ 500 ദിവസമൊക്കെ അവിടെ നിന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ 3 പ്രാവശ്യം തടഞ്ഞ് വീണ് കാലിന് സർജറി കഴിഞ്ഞ് ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. പക്ഷെ എന്നാലും അവർ ഡെഡിക്കേഷനോടുകൂടി ഇരിക്കും. അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യും ഗുരു. എന്തിനു വേണ്ടിയിട്ടാ? ആദ്യം വേണ്ടത് സൈലൻസ് ആണ്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സൈലൻസ് ആണ്. ഇപ്പം എൻ്റെ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ പഠിക്കണം എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ പറയും അപ്സ്റ്റെയറിൽ പോയിട്ട് നിങ്ങളെല്ലാവരും ഇരിക്കും, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ആ 10 മിനിറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വർത്തമാനം പറയുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും യു ആർ നോട്ട് ഫിറ്റ് ടു ലേൺ ദിസ് നൗ. ആ 10 മിനിറ്റ് സൈലൻസിലിരിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ സൈലൻസിൽ ആദ്യത്തെ ലെവലിൽ പോലും എത്തിയിട്ടില്ലല്ലോ, ആ ലെവലിലെത്താണ്. എന്താണ് ഭഗവത്ഗീത? ആദ്യത്തേത് അർജുന വിഷാദ യോഗമാണ്. വയലൻസ് ആണ് ഉള്ളിൽ, കർപ്പണ്യദോഷം എന്നാണ് അർജുനൻ തന്നെ പറയുന്നത്. അവസാനെത്തുന്നത് എന്താണ്? മോക്ഷ സന്യാസ യോഗം. ആ മോക്ഷ സന്യാസ യോഗമാണ് സമാധി. അർജുനൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫിസിക്കലായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിനെയോ ബുദ്ധിയെയോ ഒന്നും ഒരു പ്രകടമായിട്ടുള്ള മാറ്റങ്ങളുമില്ലാതെ ആരോ എന്നെ ഗവേൺ ചെയ്യുന്നത് പോലെ അറിയാതെ ചെയ്തു പോകുന്നതാണ് അർജുനൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മളൊക്കെ വയലൻ്റ് ആണ് ഉള്ളിൽ. എല്ലാവരും ഈ കാർപ്പണ്യദോഷമുള്ളവരാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണോ ശരി, ഇതാണോ ശരി? അങ്ങനെ ദുഃഖത്തിൽ കഴിയുന്ന അർജുന വിഷാദയോഗം പോലെ നമ്മുടെ ഉള്ളിലൊക്കെ നമ്മുടെ മനസ്സിന് കുറേ വിഷാദങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുറത്തു ചാടി കൃത്യമായിട്ട് മോക്ഷ സന്യാസം കിട്ടുന്ന ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റാണ് നമുക്ക് ഏറ്റവും നല്ല സ്റ്റേറ്റ്. അതെത്തുമ്പോഴാണ് നമ്മൾ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഭഗവത്ഗീത പറയുന്നതും അതാണ്, ഹഠയോഗ പ്രദീപ പറയുന്നതും അതാണ്, അഷ്ടാംഗയോഗം പറയുന്നതും അതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ മാറിയിട്ട് ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സർസൈസ് ആയിട്ട് മാറിപ്പോയി. അത് വലിയൊരു അപരാധം. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ നടത്തുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരേതെങ്കിലും ഒരു സർജറി നടത്തുന്ന സമയത്ത് അവർ പിന്നെ സഡേഷൻ എടുക്കാറുണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്താ കാരണം? ശരിക്കും സമാധിയിൽ പോയിട്ടില്ല. ഈ ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടായാൽ അത് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് സാധാരണ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള സെല്ലുകൾ അതിനെ സ്റ്റിച്ച് ചെയ്തോളും. അത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ഉള്ളിലൊരു സെല്ലുണ്ട്. ആ സെല്ലാണ് എനിക്ക് പെയിൻ ഉണ്ടാക്കുന്നത്. പെയിൻ ഇല്ലാതിരുന്നാൽ മുറിവുണങ്ങില്ല. അതാണ് ഈ ലെപ്രസി കുഷ്ഠരോഗികൾക്കൊക്കെ ഉണങ്ങാതെ പോകുന്നത്. പക്ഷെ ആ കോൺഷ്യസ്നെസ് എനിക്ക് വേദനയില്ലെന്ന് ഞാൻ അറിയുന്നൊരവസ്ഥയിൽ എൻ്റെ ശരീരത്തിലെ സെല്ലുകൾ എനിക്ക് വർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. നമ്പ് ഫീലാണ്. അപ്പോൾ എനിക്ക് വേദനയില്ല, എനിക്ക് ഉറക്കമില്ല, എനിക്ക് വിശപ്പില്ല. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ അവസ്ഥയിൽ പോകുന്ന സമയത്ത് ഞാൻ എന്ന കോൺഷ്യസ്നെസ് എൻ്റെ ശരീരത്തിന് അപ്പുറത്ത് കിടക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഇയാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ മാത്രമല്ല, ഏതോ കാലത്തുള്ളവർ പോലും. ഈ ഒരു കോൺഫറൻസ് നടത്തിയിട്ട് അവസാനം വരുന്നൊരു ഗെറ്റ് ടുഗദറിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് അസലായിട്ട് പാടുന്ന ഒരാൾ, ഏതോ ഒരു അഫ്ഗാനിസ്ഥാൻകാരൻ എഴുതിയിട്ടുള്ള പഴയ ഷഹരി വെച്ചിട്ടാണ് ഇദ്ദേഹം പാട്ട് പാടുന്നത്. പാട്ട് പാടുമ്പോൾ എൻ്റെ ഗുരു സ്വാമി വേദഭാരതി പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ അങ്ങനെയല്ല എഴുതിയത്, ഇങ്ങനെയാണ് എഴുതി. ഇദ്ദേഹം അല്ല എഴുതിയത്, 16-ാം നൂറ്റാണ്ടിൽ ആരോ എഴുതിയ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു പരകായ പ്രവേശത്തിലേക്ക് എത്താൻ പറ്റും. ഈ സമാധിയിൽ എത്തുന്ന സമയത്ത് യു ആർ ഈക്വൽ ടു
ഭഗവാൻ. ബാക്കിയുള്ളവരുടെ ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് ഫ്രീക്വൻസി ആയിട്ട് വരും. ഇത് വലിയൊരു അവസ്ഥയാണ്. വളരെ വിരളമായിട്ട് മാത്രമേ ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന കുറേ കള്ള സന്യാസിമാരുണ്ട്. അവരൊന്നും ധൈര്യമുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യേണ്ടത് ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചിട്ട് അവരൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം മെഡിറ്റേഷനിലെത്തിയത്. നമ്മൾ പല മഹാന്മാരെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഡപ്പ് 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 എന്ന് കയറും. ഈ ഹാർട്ട് ബീറ്റ് എടുക്കുമ്പോൾ, ECG എടുക്കുമ്പോൾ ഡോക്ടർ ഒരു പ്രഷർ ഇല്ലാത്തവനും പ്രഷർ നോക്കുമ്പോൾ പ്രഷർ കൂടുന്നാ പറയാം. കാരണം ആ ഒരു അറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ അറിയാതെ പ്രഷർ വേരി ചെയ്യും, കോൺഷ്യസ്നെസ് വരുന്നു. ഇതുണ്ട് എന്നറിയുന്ന സമയത്ത് ഇത് അതുപോലും ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.